എത്രയൊക്കെ മോട്ടിവേഷൻ കിട്ടിയാലും എത്രയൊക്കെ ഇൻസ്പയർഡ് ആയാലും നമ്മളൊക്കെ പകൽ മുഴുവൻ മോട്ടിവേഷൻ രാത്രി ഡിപ്രഷനിലോട്ടും പോകുന്ന ആൾക്കാരാണ് അല്ലേ? പലപ്പോഴും നമുക്ക് ഒരിക്കലും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് രാത്രി ആകുമ്പോഴത്തേക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയം ഏതുമില്ലാതെ തന്നെ പറയാം, ചില ടോക്സിക് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് കൊണ്ട് തന്നെയാണ്. അവർ നമുക്ക് തരുന്ന സാഹചര്യങ്ങൾ നിമിത്തം തന്നെയാണ്, അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം തന്നെയാണ് മൊത്തം പോസിറ്റീവായിട്ടിരുന്നാലും നമ്മുടെ ഒരു നിമിഷം ഇല്ലാതാക്കാനായിട്ട് അത്തരത്തിലുള്ള ആൾക്കാർ മുഖേന സാധിക്കും. ഈ ഗണത്തിൽപ്പെട്ട മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന മനുഷ്യരാണ്. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് കണ്ണും നട്ടിരിക്കുന്ന മനുഷ്യർ. അവർക്ക് സ്വന്തം ജീവിതം ഒന്ന് നേരെയാക്കാനോ സെൽഫ് ഇംപ്രൂവ്മെന്റിനോ ഒന്നിനും അവർക്ക് സമയം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അവരുടെ മൊത്തം ഫോക്കസ് എന്ന് പറയുന്നത് അയൽപ്പക്കത്തെ ആൾക്കാർ അല്ലെങ്കിൽ കൂടെയുള്ള മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അവർ ഏത് ഡ്രസ്സ് ഇട്ടു ഇട്ടേക്കുന്നത്, അവർ ജീൻസ് ആണോ ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഡ്രസ്സാണോ ഇട്ടേക്കുന്നത്, ഇന്ന് ആരുടെ കൂടെ പോയി, ഇന്ന് ഏത് ഹോട്ടലിൽ നിന്ന് അവർ ഭക്ഷണം കഴിച്ചു, ഇന്ന് അവർ കഴിച്ച ഭക്ഷണം ഏതാണ്, അവര് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ, ഇന്നൊരു സെൽഫി എടുത്തിട്ട് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആ പയ്യൻ ആരാണ്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന പെൺകുട്ടി ഏതാണ്, ആ കഴിഞ്ഞ ആഴ്ച ഇട്ട പെൺകുട്ടിയോ ആൺകുട്ടിയോ അല്ലല്ലോ ഇന്നത്തെ സെൽഫിയിൽ എന്ന് തുടങ്ങി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വല്ലാതെ അങ്ങോട്ട് അവര് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അവരായിട്ട് ഒരു ഇമാജിനേഷൻ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ എടുക്കാനായിട്ട് ഇവരുടെ കയ്യിലേക്ക് ഒരു സ്റ്റോറി കൊടുക്കുകയാണെങ്കിൽ ഇവരത് മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. അത്തരത്തിൽ നമ്മൾക്ക് പോലും അറിയാത്ത കഥകൾ നെയ്യാനായിട്ട് ഇവരെ പോലെ കഴിവുള്ള ആൾക്കാർ മറ്റൊരിടത്തും നമുക്ക് കാണാനും സാധിക്കില്ല. ഇത്തരത്തിൽ പോകുന്ന ആൾക്കാരെ നമ്മൾ കൈയോടെ പിടിച്ചാലോ ഒരു കൂസലും ഇവർക്ക് ഉണ്ടാവില്ല. ഇവർക്ക് പറഞ്ഞു നിൽക്കാനായിട്ട് കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവർ പുതിയ ഒരാളെ കണ്ടെത്തി പുതിയ കഥകളുമായിട്ട് അവരുടെ ജീവിതം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിന് പിറകെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇത്തരത്തിൽ കഴിവുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാനായിട്ട് ഞാൻ ആര്? സ്വയം തന്നെ ചോദിച്ചു നോക്കൂ, ഞാൻ ആരാ ഇതൊക്കെ പറയാനായിട്ട്? ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ പറയാനായിട്ട് എനിക്ക് എന്താണ് യോഗ്യത, ഞാൻ ശരിയാണോ എന്നുള്ളതും കൂടി അതിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ പറഞ്ഞിങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുന്നതല്ലാതെ നാളത്തെ എന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോ ഈ 3 കാര്യങ്ങൾ, ഞാൻ ആര്, എനിക്ക് എന്ത് യോഗ്യത, എന്റെ നാളത്തെ അവസ്ഥ, ഇത് 3 ഒന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് ഇനിയെങ്കിലും ഈ പ്രവൃത്തികളൊക്കെ ഒന്ന് നിർത്തിവെച്ചിട്ട് നന്നാവാനുള്ള ഒരു അവസരം കൂടിയാവും. ആളുകളെ കുറിച്ചോ സാഹചര്യങ്ങളെ കുറിച്ചോ കേൾക്കുമ്പോഴോ കാണുമ്പോഴോ ഒന്നും നമുക്ക് അസ്വസ്ഥരാവേണ്ട കാര്യമില്ല. നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന്, അതായത് മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ മോശങ്ങൾ പറഞ്ഞും പ്രചരിപ്പിച്ച് നടക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ അസ്വസ്ഥരാവേണ്ട കാര്യമില്ല. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, നമ്മുടെ പ്രതികരണം അതിലില്ല എന്നുണ്ടെങ്കിൽ. ഇനി അസ്വസ്ഥരാവുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളായിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രതികരിച്ചത് കൊണ്ടുമായിരിക്കും അല്ലെ? ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മെനക്കാൻ സാധിക്കുന്ന ആൾക്കാരെ നമ്മൾ പരമാവധി ഒഴിവാക്കിയിട്ട് നല്ല മനുഷ്യരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും നല്ല മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കട്ടെ. അപ്പോൾ നല്ല ആൾക്കാരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അവരോടൊത്തുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മയിലേക്കും അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നതിലേക്കും ഒക്കെ തന്നെ എത്തിക്കാനായിട്ട് സഹായിക്കുമെന്നതിൽ സംശയമില്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പം തന്നെ മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.